ഹലോ, നമസ്കാരം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങളുമായി പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് പൊതുജനം കഴുതയല്ല സാറിൽ. പ്രിയ പ്രേക്ഷകർക്ക് പൊതുജനം കഴുതയല്ല സാറിലേക്ക് സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഡൽഹിയിലെ തുർക്ക്മാൻ ഗേറ്റ് പഴമയുടെ പ്രൗഢി പേറുന്ന കവാടമാണ്. 13-ാം നൂറ്റാണ്ടിലെ സൂഫി വര്യൻ ഹസ്രത് ഷാ തുർക്ക്മാൻ ബയാബിനിയുടെ പേരിൽ നിന്നാണ് തുർക്ക്മാൻ ഗേറ്റിന് ആ പേര് ലഭിച്ചത്. പഴയ ഡൽഹിയിലാണ് ഈ തുർക്ക്മാൻ ഗേറ്റ്. ഈ സ്ഥലം ആദ്യം വാർത്തയിൽ ഇടം നേടുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. 1976-ൽ ചേരി നിർമ്മാർജ്ജന നടപടികളുമായി അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാർ തുർക്ക്മാൻ ഗേറ്റിൽ നടത്തിയ കുടിയൊഴിപ്പിക്കൽ പോലീസ് വെടിവെപ്പിലായിരുന്നു കലാശിച്ചത്. ഇന്നിപ്പോൾ വർഷങ്ങൾക്കിപ്പുറം തുർക്ക്മാൻ ഗേറ്റ് വീണ്ടും വാർത്തയിൽ ഇടം നേടുകയാണ്. ഫൈസി ഇലാഹി മസ്ജിദിന് സമീപമുള്ള അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാൻ അർദ്ധരാത്രി ബുൾഡോസറുമായി എത്തിയത് സംഘർഷത്തിനിടയാക്കി. കാണാം അശാന്തിയുടെ കവാടം. അടിയന്തരാവസ്ഥ കാലത്ത് ഡൽഹിയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളിൽ ഒന്നാണ് തുർക്ക്മാൻ ഗേറ്റ് സംഭവം. സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ 1976 മെയ് 31-ന് തുർക്ക്മാൻ ഗേറ്റിലെ ചേരി ഒഴിപ്പിക്കാൻ നടത്തിയ ശ്രമം കലാപത്തിലും വെടിവെപ്പിലുമാണ് കലാശിച്ചത്. 6 പേർക്ക് വെടിവെപ്പിൽ ജീവൻ നഷ്ടമായി എന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ യഥാർത്ഥ കണക്കുകൾ അതിൻ്റെ ഇരട്ടിയിലേറെ വരും എന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇതേ സ്ഥലത്താണ് 50 വർഷങ്ങൾക്ക് ഇപ്പുറം അർദ്ധരാത്രി ഒഴിപ്പിക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ ഭരണത്തിൽ അടിയന്തരാവസ്ഥക്കാലത്ത് ചേരികൾ ഒഴിപ്പിച്ച് ഡൽഹിയെ സുന്ദരമാക്കാൻ നടത്തിയ ശ്രമത്തിലൂടെയാണ് തുർക്ക്മാൻ ഗേറ്റ് ലോകമാധ്യമങ്ങളിൽ ഇടം പിടിച്ചത്. വീടുകൾ തകർക്കുന്നതിൽ പ്രതിഷേധിച്ച നാട്ടുകാരെ പോലീസ് വെടിവെച്ചുകൊന്ന അടിയന്തരാവസ്ഥയിലെ രാഷ്ട്രീയ അടിച്ചമർത്തലിന്റെയും പോലീസ് നരനായാട്ടിന്റെയും ഉത്തമ ഉദാഹരണമാണ് തുർക്ക്മാൻ ഗേറ്റ് സംഭവം. വെടിവെപ്പിൽ 20ഓളം പേർ അന്ന് കൊല്ലപ്പെട്ടതായാണ് അനൌദ്യോഗിക കണക്ക്. ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണമുണ്ടായിരുന്ന അക്കാലത്ത് BBC അടക്കം വിദേശ മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത ലോകമറിഞ്ഞത്. അടിയന്തരാവസ്ഥയുടെ അരനൂറ്റാണ്ട് ആചരിക്കുമ്പോഴാണ് വീണ്ടും ഇതേയിടത്ത് ബുൾഡോസർ നടപടി. തുർക്ക്മാൻ ഗേറ്റിലെ ഫൈസി ഇലാഹി മസ്ജിദിനോട് ചേർന്നു നിൽക്കുന്ന കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കിയത്. ഡൽഹിയിൽ അതിശൈത്യം പ്രഖ്യാപിച്ച രാത്രിയിൽ പുലർച്ചെ 1:30 300 ജീവനക്കാർ 30 JCBകളുമായി പൊളിച്ചു നീക്കാനെത്തി. നിമിഷ നേരങ്ങൾ കൊണ്ട് പൊളിക്കൽ നടപടികൾ പൂർത്തിയാക്കി. നടപടിയിൽ ഇടപെടാൻ ഡൽഹി ഹൈക്കോടതി വിസമ്മതിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു നീക്കം. നവംബറിലാണ് കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി വിധിച്ചത്. തുടർന്ന് 38,940 ചതുരശ്ര അടിയിലെ അനധികൃത നിർമ്മാണങ്ങൾ പൊളിക്കാൻ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ ഡിസംബർ 22-ന് ഉത്തരവിട്ടു. ഇത് ചോദ്യം ചെയ്ത് സ്ഥലം ഒരു നോട്ടിഫൈഡ് വഖഫ് സ്വത്താണെന്ന് അവകാശപ്പെട്ട പള്ളി കമ്മിറ്റി ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തു. തർക്കങ്ങൾ പരിഹരിക്കാൻ വഖഫ് ട്രൈബ്യൂണലിന് മാത്രമേ അധികാരമുള്ളൂ എന്നും MCD ഉത്തരവ് മരവിപ്പിക്കണമെന്നുമാണ് പള്ളി കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചത്. ഹർജിയിൽ കഴിഞ്ഞ ദിവസം വാദം കേട്ട ഹൈക്കോടതി MCD, നഗരവികസന മന്ത്രാലയം, ഡൽഹി വഖഫ് ബോർഡ് എന്നിവർക്ക് നോട്ടീസ് അയച്ചു. ഏപ്രിൽ 22-ന് കൂടുതൽ വാദം കേൾക്കാൻ മാറ്റിയെങ്കിലും MCD ഉത്തരവ് സ്റ്റേ ചെയ്തില്ല. ഈ പശ്ചാത്തലത്തിലാണ് അപ്രതീക്ഷിത നടപടി. ഡൽഹിയിൽ ഏറ്റവും ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒന്നിൽ അർദ്ധരാത്രിക്ക് ശേഷം നടന്ന പൊളിക്കൽ നടപടിക്കെതിരെ പ്രതിഷേധമുയർന്നു. ജനക്കൂട്ടം പോലീസിന് നേരെ കല്ലെറിഞ്ഞു. 5 പോലീസുകാർക്ക് പരിക്കേറ്റു. കണ്ണീർവാതക ഗ്രനേഡുകൾ ഉപയോഗിച്ചാണ് പോലീസ് ജനക്കൂട്ടത്തെ പിരിച്ചയച്ചത്. അർദ്ധരാത്രിയിലെ നടപടിക്കിടെ ജനക്കൂട്ടം പ്രതിഷേധിച്ചു. പോലീസിന് നേരെ വ്യാപകമായ കല്ലേറുണ്ടായി. SHO അടക്കം 5 പോലീസുകാർക്ക് പരിക്കേറ്റു.
കണ്ണീർവാതക ഗ്രനേഡുകൾ പ്രയോഗിച്ചാണ് പോലീസ് ആൾക്കൂട്ടത്തെ പിരിച്ചുവിട്ടത്. സംഭവത്തിൽ 10 പേരെ കസ്റ്റഡിയിലെടുത്തു. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാണെന്നും മസ്ജിദിനോട് ചേർന്നുള്ള അനധികൃത നിർമ്മാണങ്ങൾ മാത്രമാണ് ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് പൊളിച്ചതെന്നും സെൻട്രൽ ഡൽഹി DCP നിതിൻ വത്സൻ. രാത്രി കുറച്ചുപേര് കല്ലെറിഞ്ഞു, അവരെ നമ്മൾ ഫോഴ്സ് വെച്ച് മുന്നോട്ട് ആക്കി. അതിനുശേഷം നമ്മൾ ഡെമോളിഷൻ എടുത്തു. ആ കല്ലെറിഞ്ഞവന്മാരുടെ അഗേൻസ്റ്റ് കേസെടുത്തില്ല. കോടതി ഉത്തരവ് അനുസരിക്കുക മാത്രമാണ് ഉണ്ടായതെന്നാണ് ഡൽഹി സർക്കാരിന്റെ വിശദീകരണം. അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്നും എന്നാൽ ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടാണ് BJP ഭരണകൂടത്തിന്റെ നടപടിയെന്നും കോൺഗ്രസ് ആരോപിച്ചു. കർണാടകയിലെ യലഹങ്കയിലെ ബുൾഡോസർ നടപടി അടുത്തിടെ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഹോർട്ടിക്കൾച്ചർ വകുപ്പിന്റെ കൈവശമുള്ള രാംലീല മൈതാനത്തിന്റെ ഭാഗമായ സ്ഥലത്താണ് കയ്യേറ്റമുണ്ടായതെന്നാണ് അധികൃതരുടെ വിശദീകരണം. കെട്ടിടത്തോട് ചേർന്നുണ്ടായിരുന്ന ഒരു ഡിസ്പെൻസറിയും കമ്മ്യൂണിറ്റി ഹാളും അടക്കമുള്ളവ പൂർണ്ണമായും തന്നെ പൊളിച്ചു നീക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പ്രദേശത്ത് ശക്തമായ പോലീസ് വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ട്. RPF-നൊപ്പം അർദ്ധസൈനികരെയും പ്രദേശത്ത് വിന്യസിച്ചിരിക്കുന്നു. അതീവ ജാഗ്രതയിലാണ് ഡൽഹി. മോഹൻകുമാറിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. പൊതുജനം കഴുതയല്ല സാർ. ഇനി 24-ന്റെ പൊതുജനം കഴുതയല്ല സാർ ഇമ്പാക്റ്റിലേക്കാണ്. കഴിഞ്ഞ ദിവസം സംപ്രേഷണം ചെയ്ത പത്തനംതിട്ട കുമ്പനാട് കിഴക്കേ വെള്ളിക്കരയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായി. 2 മാസമായി വെള്ളമില്ലാതിരുന്ന പ്രദേശത്ത് പൊതുജനം കഴുതയല്ല സാറിലെ വാർത്തയെ തുടർന്ന് വെള്ളമെത്തി. KSEBയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള തർക്കം കാരണം ഇവിടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു. പ്രശ്നപരിഹാരമുണ്ടായില്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ലെന്നായിരുന്നു പ്രദേശവാസികൾ കഴിഞ്ഞ ദിവസം പൊതുജനം കഴുതയല്ല സാറിനോട് പറഞ്ഞത്. വെള്ളം ലഭിച്ചതിൽ സന്തോഷവും ആശ്വാസവുമുണ്ടെന്നും 24-ന് നന്ദി പറയുന്നതായും പ്രദേശവാസികൾ പ്രതികരിച്ചു. പൊതുജനം കഴുതയല്ല സാർ ഇന്നലെ അധികൃതരുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന ജനകീയമായിട്ടുള്ള വിഷയം കുമ്പനാട് കിഴക്കേ വെള്ളിക്കരയിൽ ഏതാണ്ട് 200-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വെള്ളമില്ലാത്ത ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ 2 മാസമായി ഈ പ്രദേശത്ത് കുടിവെള്ളം കിട്ടാക്കനിയാണ്. അത് വാട്ടർ അതോറിറ്റിയും KSEBയും തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ മൂലം ഇവിടെ വെള്ളം കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു ഈ നാട്ടുകാരുടെ പ്രധാനപ്പെട്ട പരാതി. ആ പരാതിയിലാണ് 24 ഇടപെട്ടത്. ആ പ്രശ്നത്തിൽ ഇപ്പോൾ ഒരു പരിഹാരം ഉണ്ടായിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ ഇവിടുത്തെ പ്രദേശങ്ങളിലേക്ക് വെള്ളം വന്നിട്ടുണ്ട്. വെള്ളം കഴിഞ്ഞ 2 മാസമായി വെള്ളം കിട്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. വലിയ തരത്തിൽ ഇനിയിപ്പോൾ ആ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടായില്ല എങ്കിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യില്ല എന്നുള്ള തരത്തിലുള്ള ചില തീരുമാനങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകളൊക്കെ എടുത്തതാണ്. ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ഇവിടുത്തെ ഈ വീട്ടിൽ അമ്മ ബക്കറ്റിൽ വെള്ളമൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മേ, ഇവിടെ വെള്ളമില്ലാതെ ഞങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു വെള്ളം ഇന്ന് കിട്ടുകയിൽ ഞങ്ങൾക്ക് എന്താ പറയേണ്ടെന്നറിയത്തില്ലാത്ത സന്തോഷമാണുള്ളത്. നമ്മുടെ വാർത്ത ഇന്നലെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഇന്ന് രാവിലെ മുതൽ വെള്ളം വന്നു. ഭയങ്കര സന്തോഷമാണ് മുതലേ. എല്ലാവർക്കും സന്തോഷമാണ്. ഞങ്ങളിവിടെ വന്നപ്പം തന്നെ കാണാം ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ഈ വാർഡ് ഈ പ്രദേശമൊക്കെ കണ്ടല്ലോ. അതെ 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 വന്നപ്പോൾ ഒരു കാഴ്ചയും കണ്ടു. വരുന്ന വഴിയൊക്കെ ആളുകളൊക്കെ ഇങ്ങനെ പലയിടങ്ങളായിട്ട് തുണിയൊക്കെ അലക്കി വിരിച്ചിട്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ വന്നപ്പോൾ ബക്കറ്റും കുടവും വാട്ടർ ടാങ്കും എല്ലാം കാലിയായിരുന്നു. ഇന്നിപ്പോൾ വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ചെറിയ കാര്യമല്ല. അതെ 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 സന്തോഷമുണ്ട് അങ്ങനെ ഒരു പരിഹാരം ഉണ്ടായതിൽ. 1 മാസമായിട്ട് അനുഭവിക്കുന്നതാണ് വെള്ളത്തിൻ്റെ പ്രശ്നം. ഇപ്പം ന്യൂസിൽ വന്നുകൊണ്ട് ഒരു എഫക്റ്റായി. ഇപ്പം വളരെയധികം പെട്ടെന്ന് നമുക്ക് 1 മാസമായിട്ട് കണക്കാത്ത കാര്യം ഒരു ദിവസം കൊണ്ട് നടന്നു. അപ്പോൾ നമ്മൾ ഈ പൊതുജനം കഴുതയല്ല സാർ ഇന്നലെ കൃത്യമായിട്ട് അധികൃതർ മുമ്പിലേക്ക് എത്തിച്ചൊരു വിഷയമാണ്. അതിനകത്ത് പലതരത്തിലുള്ള ഇടപെടലുകൾ രാത്രി തന്നെ ഉണ്ടായിട്ടുണ്ട്. സ്മാർട്ട് മീറ്റർ മാറ്റി സ്ഥാപിച്ചു. അതുകൊണ്ട് ഇന്നു മുതൽ ഇനിയിപ്പോൾ മുമ്പോട്ടും ഈ വെള്ളം മുടങ്ങാതെ കിട്ടുക എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. മെമ്പറെ, അങ്ങനെ ഒരു വാർത്ത കൊണ്ട് വലിയ തരത്തിലുള്ള ഒരു ആശ്വാസം നാട്ടുകാർക്കുണ്ടായിരിക്കുകയാണ്. ആശ്വാസം മാത്രമല്ല, വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇവരിരുന്നും ബുദ്ധിമുട്ടിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിലും വരുമ്പോൾ നമുക്കതറിയാം വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. എന്നാൽ ഇന്ന് അവരുടെ ആ സന്തോഷം ഇവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ ഏറ്റവും നന്ദി പറയേണ്ടത് നിങ്ങൾക്കാണ്. ഞങ്ങളോടൊപ്പം വന്ന് സഹകരിച്ച് ഞങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ഞങ്ങളോടൊപ്പം പ്രവർത്തിച്ച, അതുപോലെ തന്നെ നല്ലൊരു ടെലികാസ്റ്റ് നടത്തി ഇത്രത്തോളം വൻ വിജയമാക്കി തീർത്ത 24-നോടുള്ള പ്രത്യേക നന്ദി സ്നേഹവും വാർഡ് മെമ്പറായ റിനി സൂസൻ അറിയിക്കുന്നു.
അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ സന്തോഷവും ആശ്വാസവും ഒക്കെ ഉണ്ട്. വോട്ട് ചെയ്യില്ല എന്നുള്ള ഒരു മുന്നറിയിപ്പൊക്കെ ഇവർ നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്തായാലും കഴിഞ്ഞ മാസങ്ങളായിട്ട് ഇവിടെ വെള്ളം കിട്ടാതിരുന്ന ഒരു നാട്ടിലേക്ക് വെള്ളം കൊണ്ടുവരാൻ കഴിഞ്ഞതിൻ്റെ ഒരു അഭിമാനം 24-നുമുണ്ട്. എന്തായാലും കിഴക്കേ വെള്ളിക്കരയിൽ നിന്ന് ശ്രീലാലിനൊപ്പം ഷിജോ കുര്യൻ, 24. പൊതുജനം കഴുതയല്ല സാർ. വളരെ സന്തോഷവും അഭിമാനവുമുണ്ട്. ഒരു പ്രദേശത്ത് കുടിവെള്ളം എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അത് ആ പ്രാധാന്യത്തോടു കൂടിയാണ് പൊതുജനം കഴുതയല്ല സർ സംപ്രേഷണം ചെയ്തത്. ഏതായാലും പൊതുജനങ്ങളെ കൂടുതൽ കഴുതയാക്കാതെ അവിടുത്തെ അധികാരികൾ ഉണർന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. ഇങ്ങനെ വെറുതെ വാർത്ത നൽകി പോകുക മാത്രമല്ല, അതിൻ്റെ പ്രത്യാഘാതങ്ങൾ കൂടി, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ വാർത്ത കൊണ്ട് എന്തു പ്രയോജനം ചെയ്യാൻ കഴിയും എന്നതുകൂടിയുള്ള അന്വേഷണമാണ് ഈ പൊതുജനം കഴുതയല്ല സാർ എന്നത്. ജനകീയ വിഷയങ്ങൾ, അധികാരികൾ അവഗണിക്കുന്ന വിഷയങ്ങൾ, അവയൊക്കെ അധികാരികളുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുക എന്നതാണ് പൊതുജനം കഴുതയല്ല സാർ ചെയ്യുന്നത്. ഏതായാലും പത്തനംതിട്ട കുമ്പനാട് കിഴക്കേ വെള്ളിക്കരയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമായതിൽ വലിയ സന്തോഷം. പ്രത്യേകിച്ചും അവിടുത്തെ 24-ന്റെ പ്രതിനിധി ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾക്കുമൊക്കെ വലിയ സന്തോഷമുണ്ട്. അതിനൊരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ജനങ്ങളുടെ ആ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അവരുടെ ഈ സന്തോഷം വായിച്ചെടുക്കാനും കഴിയും. നിരവധി പ്രേക്ഷകരാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. മിനിബാബു പറയുന്നുണ്ട്, എന്ത് കാര്യത്തിനായാലും മാധ്യമങ്ങൾ ഇടപെട്ടാലേ പരിഹാരമുണ്ടാകൂ എന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് എന്ന കാര്യം. ജോസ്വിൻ ജോസഫ് പറയുന്നു, 24-ന്റെ ഇടപെടൽ ഫലം കണ്ടു, ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സമരം ചെയ്യേണ്ട അവസ്ഥ മാറണമെന്ന്. രവികുമാർ പറയുന്നുണ്ട്, ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് 24-ന്റെ ഇടപെടൽ വേണമെന്നായല്ലോ, അതിൻ്റെ ജാട 24-നില്ല എന്ന കാര്യം. ആശാ സിംഗപ്പൂർ പറയുന്നുണ്ട്, 24 കാരണം എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, ഒരു സർക്കാർ ഇതൊക്കെ കണ്ടും അറിഞ്ഞും ചെയ്യേണ്ടതാണ് എന്ന കാര്യം പറയുന്നുണ്ട്. ഓമന കൃഷ്ണൻ പറയുന്നു, വെള്ളം കിട്ടിയപ്പോൾ അവരുടെ സന്തോഷം അത് വളരെ വലിയ കാര്യമാണ്. എബ്രഹാം തോമസ് അഭിനന്ദനങ്ങൾ പൊതുജനം കഴുതയല്ല സാർ എന്ന പരിപാടിക്ക് നൽകുന്നുണ്ട്. വനിജ പിയർ, വെള്ളമില്ലാത്ത അവസ്ഥ ഓർക്കാൻ പോലും വയ്യ എന്ന കാര്യം പറയുന്നുണ്ട്. അങ്ങനെ നിരവധി പ്രേക്ഷകർ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ജനങ്ങളുടെ സന്തോഷത്തിനൊപ്പം ഈ പ്രേക്ഷകരും ചേരുന്നു എന്നതും വളരെയധികം അഭിമാനവും ചാരിതാർത്ഥ്യവും നൽകുന്ന കാര്യമാണ്. മരണക്കയർ എന്ന് വിശേഷിപ്പിക്കും പോലെ യാത്രക്കാർക്ക് ഭീഷണിയായി എറണാകുളം തൃപ്പൂണിത്തുറ നഗരത്തിലെ വഴിയരികിൽ തൂങ്ങിയാടുന്ന കേബിളുകൾ. തുടർച്ചയായി അപകടങ്ങൾ സംഭവിച്ചിട്ടും പരാതികൾ നൽകിയിട്ടും കേബിളുകൾ നീക്കാൻ ഒരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. അതേസമയം കേബിൾ വിഷയത്തിൽ അടിയന്തര പരിഹാരം കാണുമെന്ന് തൃപ്പൂണിത്തുറ നഗരസഭാ അധ്യക്ഷൻ 24-നോട് പറഞ്ഞു. ഇരുചക്രവാഹനവുമായി തൃപ്പൂണിത്തറ നഗരത്തിലേക്കാണ് യാത്രയെങ്കിൽ സൂക്ഷിക്കണം. റോഡിലെ വാഹനങ്ങളെയും കുഴിയെയും മാത്രം ഭയപ്പെട്ടാൽ പോരാ, റോഡിന് വശങ്ങളിൽ അപകടക്കെണിയൊരുക്കി തൂങ്ങിയാടുന്ന ഈ കേബിളുകളെയും ശ്രദ്ധിക്കണം. നമ്മുടെ ഇവിടെ സേഫ്റ്റിക്ക് ഒരു പ്രാമുഖ്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേബിളൊക്കെ ഒരിക്കലും ഇങ്ങനെ അലസമായിട്ടുള്ള രീതിയിൽ ഇടാൻ പാടില്ല. ഇതിനു മുമ്പ് വൈറ്റിലൊരു ഇൻസിഡൻറ്റ് ഉണ്ടായതാണ്. കേബിളിൽ കഴുത്ത് ഉരിഞ്ഞ് ഒരു പയ്യൻ മരിക്കുകയും ഒക്കെ ഉണ്ടായതാണ്. പക്ഷേ ഇതിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കാൽനട യാത്രക്കാർക്ക് പോലും വലിയ ദുരിതമാണ് കേബിളുകൾ മൂലമുണ്ടാകുന്നത്. ഇത് ചെയ്യാത്തത് വളരെ അനാവശ്യമാണ്. ആരാ ചെയ്യേണ്ട, ആരാണ് റെസ്പോൺസിബിൾ എന്നുള്ളത് നമുക്കറിയത്തില്ല. നടന്നു പോകാൻ പറ്റില്ല, ഒരു കുട പിടിച്ചുകൊണ്ട് ഒരാൾക്ക് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അവർ റോഡിലേക്ക് ഇറങ്ങിയും അവർക്ക് ആക്സിഡന്റ് ഉണ്ടാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഫുട്പാത്തിൽ കൂടെ നടക്കാൻ പറ്റില്ല, കാരണം ഈ കേബിൾ ആ ഒരു ഏരിയയിൽ മാത്രം. നിരത്തിൽ നിന്ന് 4 മീറ്റർ ഉയരത്തിൽ കേബിളുകൾ സ്ഥാപിക്കണമെന്നാണ് ചട്ടം. 4 മീറ്ററിൽ താഴെയുള്ള കേബിളുകൾ നീക്കം ചെയ്യാൻ കോടതി നിർദ്ദേശമുണ്ട്. പക്ഷേ ഇതുവരെ നടപ്പായിട്ടില്ല. വൈദ്യുത ടേബിളിൽ പണ്ട് കേബിൾ വലിക്കാനൊക്കെ സമ്മതിച്ചാൽ അന്നത്തെ ഒരു പൈസ ഒക്കെ വാങ്ങിച്ച് ചെയ്ത സംഭവങ്ങളായിരുന്നു. ഇവിടെ അത് വീണ്ടും ഉപയോഗിച്ചവർ അതിനെ നോക്കാതെ കരട് വിട്ട് കളഞ്ഞ ശേഷം കണ്ടവന അപകടങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് തന്നെ ഞാൻ തന്നെ ഒരിക്കൽ കേബിളിൽ കുരുങ്ങി ഒരിക്കൽ ബൈക്കിൽ പോയിട്ട് താഴെ ഞാൻ വീണിട്ടുണ്ട് കേട്ടോ. അതായത് അന്ന് ഉപയോഗിച്ചവരെ നമ്മുടെ ഇത് അതോറിറ്റിയിൽ ഇത് ആരെങ്കിലും നിയമം കൊടുത്തിട്ടാണല്ലോ, അവർക്ക് സപ്പോർട്ട് കൊടുത്തിട്ടാണല്ലോ ഇത് ചെയ്തേക്കണേ അല്ലേ. അതിനുശേഷം അവർ ഫോളോ അപ്പ് ചെയ്തില്ല. അതായത് നിങ്ങളുടെ കേബിൾ നിങ്ങൾ ഉപയോഗിച്ചു, ആ കാലം കഴിയുമ്പോൾ തിരിച്ച് മാറ്റണ്ടേ.
അതിനുവേണ്ടി ചെയ്തിട്ടില്ല. കേബിൾ പ്രശ്നത്തിന് അടിയന്തര പരിഹാരമുണ്ടാകുമെന്ന തൃപ്പൂണിത്തറ നഗരസഭാ അധ്യക്ഷൻ ബാബു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഉടമസ്ഥരെ കണ്ടെത്തി കേബിളുകൾ നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കും. പല കേബിളുകളുടെ ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് അതിന് ഉടമസ്ഥനില്ല എന്നുള്ളതാണ് മറ്റൊരു തിരിച്ചറിവ്. എന്തായാലും അടിയന്തരമായിട്ട് ഈ കേബിൾ മാറ്റുന്ന കാര്യത്തിൽ, കാരണം 1-2 അപകടങ്ങൾ തൃപ്പൂണിത്തുറയിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകർ ഇങ്ങനെ കേബിൾ കഴുത്തിൽ കുരുങ്ങുന്ന ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിനെല്ലാം പരിഹാരം കാണും. അത് വളരെ സമീപഭാവിയിൽ തന്നെ ഇങ്ങനെ അപകടകരമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന എല്ലാ കേബിളുകളും എടുത്തു മാറ്റുന്നതായിരിക്കും. ഇരുചക്ര വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ചെറുതല്ലാത്ത ദുരിതമാണ് ഇത്തരം കേബിളുകൾ സൃഷ്ടിക്കുന്നത്. കോടതി ഇടപെട്ട് കർശന നിർദ്ദേശം നൽകിയിട്ടും ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ക്യാമറ പേഴ്സൺ ഹരികൃഷ്ണനൊപ്പം റാഫി കരീം, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ് പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJP കൗൺസിലറും മുൻ DGPയുമായ R ശ്രീലേഖയുടെ വോട്ട് അസാധുവായി എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള വോട്ടാണ് അസാധുവായത്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, BJP നേതൃത്വവുമായി മേയർ സ്ഥാനത്തെ ചൊല്ലി നേരത്തെ തന്നെ ചില സൗന്ദര്യ പിണക്കങ്ങളിലായിരുന്നു R ശ്രീലേഖ. അതിനിടെയാണ് ഇപ്പോൾ ഒരു വോട്ട് കൂടി അസാധുവായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദിലീപ് കുമാർ, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJP കൗൺസിലറായ R ശ്രീലേഖ സമർപ്പിച്ച ബാലറ്റ് പേപ്പറിൽ ഒപ്പിട്ടിരുന്നില്ല. ഈ ഒപ്പിടാതിനെ തുടർന്നാണ് ആ ബാലറ്റ് പേപ്പർ അസാധുവായത്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ബാലറ്റ് പേപ്പറിൽ ഒരു അംഗം ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞ് BJPയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അത് ബാധിച്ചിട്ടില്ല. കാരണം ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് BJPക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുന്നില്ല. എങ്കിലും ഒരു വോട്ട് അസാധുവായി. മറ്റ് 7 വോട്ടുകൾ, അതായത് ആകെ 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണുള്ളത്, മറ്റ് 7 വോട്ടുകളും കൃത്യമായി ചെയ്തു. ഈ ഒരൊറ്റ നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ മാത്രമാണ് ഈ ഒപ്പിടാത്തതിനെ തുടർന്ന് അസാധുവായത്. ഇത്തരത്തിൽ മേയർ ആക്കാത്തതിനെ തുടർന്നുള്ള അസംതൃപ്തി അത് പരസ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ R ശ്രീലേഖ പറയുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ നടന്നതാണ് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ്. അതിലാണ് ഈ ഒരു വോട്ട് അസാധുവായിരിക്കുന്നത്. ദിലീപ് കുമാർ. തിരുവനന്തപുരം കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ BJP കൗൺസിലറും മുൻ DGPയുമായ R ശ്രീലേഖയുടെ വോട്ട് അസാധുവായി. വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ. കാസർഗോഡ് ബെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കുട്ടികളെ പെരുവഴിയിലാക്കി തർക്കസ്ഥലത്തുള്ള കെട്ടിടത്തിന് ചുറ്റും സ്വകാര്യ വ്യക്തി വേലി കെട്ടി. അവധി ദിനം മറയാക്കിയാണ് LP വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് ചുറ്റും കമ്പിവേലി നിർമ്മിച്ചത്. ക്ലാസ്സിലേക്ക് കയറാൻ കഴിയാതിരുന്നതോടെ വിദ്യാർത്ഥികൾ തന്നെ വേലി പൊളിച്ചു നീക്കി. വർഷങ്ങളായി കേസ് നടക്കുന്ന സ്ഥലം സ്വന്തമാണെന്ന് കോടതി വിധിയുണ്ടെന്ന് സ്വകാര്യ വ്യക്തികൾ അവകാശപ്പെടുമ്പോഴും അങ്ങനെയൊരു വിധിപ്പകർപ്പ് ലഭിച്ചിട്ടില്ലെന്നാണ് റവന്യൂ അധികാരികൾ പറയുന്നത്. ആയിരത്തി 1947 ബെള്ളൂരിലെ സാമൂഹ്യ പ്രവർത്തകനായ ശങ്കരനാരായണ കടമ്പിളിത്തായ അദ്ദേഹത്തിന്റെ അച്ഛന്റെ സ്മരണാർത്ഥം ഈ വിദ്യാലയത്തിനായി സർക്കാരിന് ഭൂമി നൽകിയെന്നാണ് ഈ ശിലാഫലകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരനും മക്കളുമാണ് ഈ കേസുമായി മുന്നോട്ടു പോകുന്നത്. ആയിരത്തി 1947 ഓഗസ്റ്റ് 15 ബെള്ളൂരിലെ സാമൂഹ്യ പ്രവർത്തകനായിരുന്ന ശങ്കരനാരായണ കടമ്പിളിത്തായ സ്കൂളിന് സംഭാവന ചെയ്ത സ്ഥലമാണെന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ശിലാഫലകത്തിൽ ഉൾപ്പെടെ വ്യക്തം. എന്നാൽ ശങ്കരനാരായണ കടമ്പിളിത്തായയുടെ മരണശേഷം അദ്ദേഹത്തിന്റെ സഹോദരനും മക്കളും ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് കോടതിയെ സമീപിച്ചു. ശങ്കരനാരായണ കടമ്പിളിത്തായയിൽ നിന്ന് ഭൂമി രേഖാമൂലം എഴുതി വാങ്ങിയിരുന്നില്ല. ഇതോടെയാണ് സർക്കാരും സ്വകാര്യ വ്യക്തികളും തമ്മിൽ ഭൂമിയെ ചൊല്ലിയുള്ള തർക്കം രൂക്ഷമായത്. തർക്കം നിലനിൽക്കുന്നതിനിടയിൽ വിദ്യാഭ്യാസ വകുപ്പ് കിഫ്ബി പദ്ധതിയിൽ തർക്കസ്ഥലത്ത് കെട്ടിടം നിർമ്മിക്കാൻ ആരംഭിച്ചു. ശങ്കരനാരായണ കടമ്പിളിത്തായയുടെ സഹോദരന്റെ മകൻ സൂര്യനാരായണ കോടതിയെ സമീപിക്കുകയും നിർമ്മാണം നടത്തരുതെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. മറ്റൊരു സ്ഥലത്ത് നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനിടയിലാണ് LP വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ കളിസ്ഥലത്ത് സൂര്യനാരായണ കമ്പിവേലി കെട്ടിയത്. ഈ വേലി അനുവാദമില്ലാതെ കെട്ടിയതാണ്. അതായത് ക്രിസ്മസ് ലീവിൻ്റെ ആ സമയത്ത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം മുതൽ രാത്രി വരെ എടുത്ത് രാവിലെ ആകുമ്പോൾക്ക് ഈ വേലി ഫുള്ള് ഇങ്ങനെ
ഇങ്ങനെ വേലി കെട്ടിയിട്ടുണ്ട്. തിങ്കളാഴ്ച രാവിലെ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ അകത്ത് പോകാൻ പറ്റാത്ത രീതിയിലാണ് ഈ വേലി കെട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരെന്ന് പറയുന്നത് അവർക്ക് ഈ 10 സെൻറ്റ് കൊണ്ട് 20 സെൻറ്റ് കൊണ്ട് ഒരു ആവശ്യമുള്ള ആൾക്കാരല്ല. ചുരുക്കം പറഞ്ഞാൽ നമ്മളെ ഈ വെള്ളൂർ പഞ്ചായത്തിൽ നാട്ടക്കൽ എന്ന പ്രദേശത്ത് ഏകദേശം അവർ ഒരു നല്ല അത്യാവശ്യം എല്ലാം ഉള്ള ആൾക്കാരാണ്. ക്ലാസുകളിലേക്ക് കയറാൻ കഴിയാതിരുന്നതോടെ വിദ്യാർത്ഥികൾ വേലി പൊളിച്ചു നീക്കിയെങ്കിലും വേലി കെട്ടാൻ ഉപയോഗിച്ച കമ്പിയും സിമന്റ് തൂണുകളും നീക്കം ചെയ്യാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് ഞങ്ങൾക്ക് കിട്ടണം എന്നാണ് ഞങ്ങൾ ആഗ്രഹം. കാരണം ഇത് സ്കൂൾ കുട്ടികൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത രൂപത്തിലാണ്. ഇത് കാണുമ്പോഴേക്ക് അറിയാം, നടുവിലൊരു LP UP നടക്കുന്ന സ്കൂളിൻ്റെ നടുവിൽ മധ്യത്തിൽ കൊടുത്തിട്ടാണ് കെട്ടിയിരിക്കുന്നത്. അപ്പുറത്ത് കഞ്ഞിപ്പുരയാണ്. കഞ്ഞിപ്പുരയിലേക്ക് പോകാൻ വരെ വഴിയില്ലാതെ ഇന്നലെ അടച്ചു വെച്ചിരുന്നു. 7ാം ക്ലാസ് വരെ ഞാൻ ഇതേ സ്കൂളിൽ പഠിച്ച് ഏകദേശം എനിക്ക് 43 വയസ്സായി. ഈ 43 വർഷം തൊട്ട്, അതിന് മുമ്പുള്ള സംഭവം എനിക്കറിയില്ല, 43 വർഷം തൊട്ട് ഈ സ്കൂൾ ഇതേ പടിയിലാണ് നിൽക്കുന്നത്. ഇതിപ്പം പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഈ ഒരു വേലി കാര്യങ്ങളും ഇതെല്ലാം വരുന്നത്. തർക്കത്തിൽ നിൽക്കുന്ന 45 സെന്റ് സ്ഥലത്ത് വില്ലേജ് ഓഫീസറുടെയോ താലൂക്ക് സർവേയറുടെയോ സാന്നിധ്യമില്ലാതെയാണ് വേലി നിർമ്മിച്ചതെന്ന് സ്കൂൾ അധികൃതർ ആരോപിക്കുന്നു. എന്നാൽ തങ്ങൾ നികുതി അടയ്ക്കുന്ന സ്ഥലമാണിതെന്നും ഇവിടെ വേലി നിർമ്മിക്കാൻ ആരുടെയും അനുവാദം വേണ്ടെന്നുമാണ് സൂര്യനാരായണയുടെ വാദം. ബെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ LP വിഭാഗത്തിലെ വിദ്യാർത്ഥികളുടെ കളിസ്ഥലത്തിന്റെ പ്രധാന ഭാഗമാണ് സ്വകാര്യ വ്യക്തി കൈയടക്കാൻ ശ്രമിക്കുന്നത്. ആ കേസ് വർഷങ്ങളായി നടക്കുകയാണ്. സർക്കാരാണ് അതിലൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. കഴിഞ്ഞ ദിവസം വരെ കുട്ടികൾ കളിച്ചു നടന്ന കളിക്കളമാണ്, ആ സ്കൂളിൻ്റെ കളിക്കളമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതാവുന്നു. മാത്രമല്ല, കുട്ടികളുടെ ക്ലാസ്സിനോട് ചേർന്ന് തന്നെ അവിടെ ഒരു വേലിയും പ്രത്യക്ഷപ്പെടുന്നു. അതാ മുറ്റത്തൊരു വേലി എന്ന് കുട്ടികൾ തന്നെ പറയുന്ന നിലയിലേക്കായി കാര്യങ്ങൾ. ഏതായാലും ആ സ്കൂളിലെ ആ പിള്ളേർ തന്നെ അവർ ആ വേലി പൊളിച്ചു നീക്കുകയാണ്. ഇനിയെങ്കിലും അത്തരം വേലികൾ ആ സ്കൂൾ മൈതാനത്ത് വേണ്ട എന്നാണ് കുട്ടികൾ ഒന്നടങ്കം പറയുന്നത്. പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. സംസ്ഥാനത്ത് തന്നെ ഞെട്ടിക്കുന്ന ഒരു തീപിടുത്തത്തിൻ്റെ വാർത്ത കഴിഞ്ഞ ദിവസം വന്നതാണ്. അത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഈ തീപിടുത്തമുണ്ടായി. ഇപ്പോൾ 3 ദിവസം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ ആ തീപിടുത്തത്തിന് കാരണമെന്ത് എന്നത് ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. അതീവ സുരക്ഷിതമെന്ന് കരുതി പൊതുജനമെത്തുന്ന പൊതുയിടത്തുണ്ടായ തീപിടുത്തത്തിൽ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസും റെയിൽവേയും. അതീവ സുരക്ഷിതമെന്ന് കരുതിയ തൃശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് വൻ തീപിടുത്തമുണ്ടായത്. 2 ദിവസം കഴിയുന്നു. തീപിടുത്തത്തിലേക്ക് നയിച്ച കാരണമെന്ത് എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു സൂചന പോലുമില്ല അധികൃതർക്ക്. ഇലക്ട്രിക്കിൻ്റെ ഇത് പോകണ്ടല്ലോ, മറ്റേ ട്രെയിൻ പോകാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് ഒരു ചെറിയൊരു സ്പാർക്കിംഗ് ആണ് വീണത്. ഈ വണ്ടി നമ്മൾ മൂടില്ലേ, കവറ്, ആ കവറ് മൂടണേ, കവറിന്മേയാണ് ആ തീപ്പൊരി വീണത്. വല്ലാണ്ട് പുക വന്നപ്പോൾ ഞാൻ ഓടി വന്ന് വെള്ളം എടുത്തിട്ട് അതിമേലേക്ക് ഒഴിച്ചു. പെട്രോൾ ടാങ്ക് പൊട്ടിയതാണ് ഇപ്പോൾ ആ തീപിടുത്തത്തിന് കാരണം ഉണ്ടായത്. അപകട സമയം ജോലിയിലുണ്ടായിരുന്ന താൽക്കാലിക ജീവനക്കാരുടെ മൊഴി മാത്രമാണ് പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്നത്. റെയിൽവേ ലൈനിൽ നിന്ന് തീപ്പൊരി തെറിച്ചുണ്ടായ തീപിടുത്തമെന്നായിരുന്നു ജീവനക്കാരി മല്ലിക നൽകിയ മൊഴി. പിന്നാലെ ആ വാദം റെയിൽവേ തന്നെ തള്ളി. വൈദ്യുത ലൈനിന്റെ ഓവർഹെഡിൽ നിന്ന് തീപ്പൊരി തെറിച്ചിട്ടില്ല എന്നായിരുന്നു റെയിൽവേയുടെ കണ്ടെത്തൽ. അപ്പോൾ പിന്നെ തീപിടുത്തത്തിന് കാരണമെന്ത്? പക്ഷേ ഇതുവരെയും ഉത്തരമില്ല. DGPയുടെ നിർദ്ദേശത്തെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. റെയിൽവേയും സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട്. സംഭവ സമയത്ത് പാർക്കിംഗ് ഏരിയയിൽ ഉണ്ടായിരുന്ന CCTVയുടെ ഹാർഡ് ഡിസ്ക് അടക്കം കത്തിപ്പോയത് അന്വേഷണത്തെ ബാധിച്ചു. ദൃശ്യങ്ങൾ റിക്കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് പോലീസ്. ആദ്യം തീ പടർന്നത് ജീവനക്കാർ പറഞ്ഞ 1ാം നിലയിൽ നിന്നല്ല എന്നാണ് പോലീസിന്റെ അനുമാനം. 2ാമത്തെ നിലയിലെ ബൈക്കിലാണ് തീ പിടിച്ചതെന്ന് പോലീസിന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും സ്ഥിരീകരിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല.
2 ദിവസം പിന്നിടുമ്പോഴും കാരണം കണ്ടെത്താൻ കഴിയാത്തത് ഇന്ത്യൻ റെയിൽവേയുടെ സുരക്ഷാ സംവിധാനങ്ങളെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിനൊപ്പം റെയിൽവേയുടെ സമാന്തര അന്വേഷണവും പുരോഗമിക്കുകയാണ്. വാഹന ഉടമകളെ സംബന്ധിച്ച് കടുത്ത ആശങ്കയുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നത് പൊതുജനങ്ങളോട് വ്യക്തമാക്കിയേ തീരൂ. തൃശ്ശൂരിൽ നിന്നും സൂരജ് ജി, 24. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങളാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് വരുന്നത്. നേരത്തെ കഴിഞ്ഞ കാസർഗോഡ് വാർത്തയുമായി ബന്ധപ്പെട്ടും നിരവധി പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. കാരണം കുട്ടികൾ ഒരു ദിവസം നോക്കിയപ്പോൾ അവർ നോക്കിയപ്പോൾ അവരുടെ കളിസ്ഥലം അവിടെ കാണാനില്ല. പകരം ഒരാൾ കളിസ്ഥലത്തിന് ചുറ്റും വേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. അത് വിദ്യാർത്ഥികളെ വലിയ തോതിൽ ബുദ്ധിമുട്ടിലാക്കി എന്ന കാര്യം നിരവധി പ്രേക്ഷകരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അവിടെ നാട്ടുകാർ എല്ലാവരും കൂടി ഒരു പൊതുയോഗം നടത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ സ്കൂളിന് എന്നാണ് തോമസ് മാത്യു പറയുന്നത്. അതുപോലെ ബീന പറയുന്നു, ഇവിടെയും ഒരു സ്കൂളിലുള്ള കുട്ടികൾ ഒരു ഹാളിലിരുന്ന് പഠിക്കുന്നു എന്ന കാര്യം. സർക്കാർ ഇടപെടണം, ചെറിയ കുട്ടികളല്ലേ അവർ എന്ന കാര്യം പറയുന്നുണ്ട്. ആ കുട്ടികൾക്ക് പഠിക്കാൻ അവിടെ തന്നെ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് സൈദലവി KP പറയുന്നു. അങ്ങനെ നിരവധി പ്രേക്ഷകരാണ് ആ വാർത്തയുമായി ബന്ധപ്പെട്ടും പ്രതികരണങ്ങൾ നടത്തുന്നത്. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സർ gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് വിശേഷങ്ങൾ അറിയിക്കാവുന്നതാണ്. പൊതുജനം കഴുതയല്ല സാറിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.